ഖുർആൻ എന്ന് പറയുന്ന കൈകടത്തപ്പെട്ട ഒരു പുസ്തകമാണെന്നുള്ളതിന്റെ മറ്റൊരു തെളിവ് നിങ്ങൾക്ക് തരാം. നരേറ്റഡ് ബൈ സാബിൻ ഉബൈദ, ബുക്ക് ജാമിയ തിർമിദിയിൽ സഹിഹായ ഹദീസാണ്, ബുക്ക് നമ്പർ 20, ഹദീസ് നമ്പർ 13. ഇബ്നു ഉമർ heard a man saying no by Kaaba. ഇബ്നു ഉമർ കേട്ടു ഒരു മനുഷ്യൻ കബയെ പ്രതി സത്യം ചെയ്യുന്നത് കേട്ടു. സോ ഇബ്നു ഉമർ said, അപ്പൊ ഇബ്നു ഉമർ പറഞ്ഞു, നത്തിങ് ഈസ് sworn by other than Allah. അള്ളാഹുവിനെ പ്രതി അല്ലാതെ മറ്റൊന്നിനെ പ്രതിയും സത്യം ചെയ്യാൻ പാടില്ല. കാരണം എന്താ? മെസഞ്ചർ ഓഫ് അള്ളാഹ് സേ whoever swears other than by Allah he has committed a disbelief or shirk. ആരെങ്കിലും അള്ളാഹുവിനെ അല്ലാതെ മറ്റെന്തിനെങ്കിലും പ്രതി, ഈവൻ കബയെ പ്രതി സത്യം ചെയ്താൽ പോലും അത് തെറ്റാണ്, അത് ഷിർക്കാണ്. അതായത് ഞാനിപ്പോ കബയെ പ്രതി സത്യം ചെയ്താൽ ഞാൻ കബയെ ആരാധിക്കുന്നതിന് തുല്യമാണ്, അത് ഷിർക്കാണ് അപ്പോ എന്നാണ് മുഹമ്മദ് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ പ്രതി മാത്രം സത്യം ചെയ്യുക. കാര്യം അള്ളാഹുവിനെയാണല്ലോ മുസ്ലിങ്ങൾ ആരാധിക്കുന്നു എന്ന് പറയുന്നത്, അപ്പൊ അത് ശിർക്കല്ല. എന്നാൽ അള്ളാഹു അല്ലാതെ വേറെ ആരെ പ്രതി സത്യം, അമ്മയെ പ്രതി സത്യം എന്ന് പറഞ്ഞാൽ, അമ്മയാണേ സത്യം എന്ന് പറഞ്ഞാൽ, അമ്മയാണേ സത്യം എന്ന് പറഞ്ഞാൽ അമ്മയെ ആരാധിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് അത് ശിർക്കാണ്. അതായത് അള്ളാഹുവിന് പകരം അള്ളാഹുവിന് പങ്കുകാരെ ചേർക്കുന്ന പരിപാടിയാണത്. അതുകൊണ്ട് അത് ചെയ്യരുത്, അത് ശിർക്കാണ്, അള്ളാഹുവിന് പങ്കുകാരെ ചേർക്കുന്ന പരിപാടിയാണ്. അതായത് അള്ളാഹുവിനെ പ്രതി അല്ലാതെ മറ്റെന്തിനെങ്കിലും പ്രതി സത്യം ചെയ്താൽ അതിനെ ആരാധിക്കുന്നതിന് തുല്യമാണ്, അതിനെ അള്ളാഹുവിനെ പങ്കുകാരാക്കുന്നതിന് തുല്യമാണെന്നാണ് മുഹമ്മദ് പറഞ്ഞതെന്ന് ജാമിയ തിർമിദി വോളിയം നമ്പർ 3, ബുക്ക് നമ്പർ 18, ഹദീസ് നമ്പർ 1535, അല്ലെങ്കിൽ ബുക്ക് നമ്പർ 20, ഹദീസ് നമ്പർ 13. അപ്പൊ ഖുർആനകത്ത് കൈകടത്തലുകളൊന്നും ഇല്ലെങ്കിൽ വേറെ ഒന്നിനെ പ്രതിയും സത്യം ചെയ്യുന്ന ഒരു ഭാഗം ഖുർആനകത്ത് ഉണ്ടാവില്ലല്ലോ. കാര്യം അള്ളാഹു അല്ലാതെ വേറെ എന്തിനെ പ്രതി സത്യം ചെയ്താലും ആ സംഭവത്തെ ആരാധിക്കുന്നത് തുല്യമാണ്. അപ്പൊ ഖുർആനകത്ത് കൈകടത്തലില്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഖുർആനകത്ത് ഉണ്ടാവില്ലല്ലോ. നമുക്ക് എന്നെടുത്ത് നോക്കാം അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഖുർആനകത്ത് ഉണ്ടോന്ന്. ഖുർആനിലെ 53-ാമത്തെ സൂറ 1-2 ആയത്തുകൾ, സൂറത്ത് നജ്മിൽ 1-2 ആയത്തുകൾ. നക്ഷത്രം അസ്തമിക്കുമ്പോൾ അതിനെ തന്നെയാണ് സത്യം, നിങ്ങളുടെ കൂട്ടുകാരൻ വഴിതെറ്റിയിട്ടില്ല. അപ്പൊ നക്ഷത്രത്തിന്റെ അസ്തമയത്തെ ചൊല്ലി സത്യം ചെയ്യുമ്പോൾ അള്ളാഹു ശിർക്ക് ചെയ്യുമല്ലേ? അള്ളാഹു ഈ നക്ഷത്രത്തെ അള്ളാഹുവിന് പങ്കുകാരനാക്കുകയും അള്ളാഹു നക്ഷത്രത്തിനെ ആരാധിക്കുകയും ചെയ്യുന്നതിന് തുല്യമല്ലേ? അപ്പൊ ഒന്നുകിൽ ഇത് ഖുർആൻ തിരുത്തി ആരാണ്ട് എഴുതിയത്, അല്ലെങ്കിൽ അള്ളാഹുവിന് വേറെ ദൈവം ഉണ്ടെന്ന് പറയേണ്ടി വരും. കാരണം എം അക്ബർ നക്ഷത്ര സ്ഥാനത്തെ ചൊല്ലി സത്യം ചെയ്തൊരു കാര്യം പറഞ്ഞാൽ അള്ളാഹുവിന് തുല്യമായി നക്ഷത്ര സ്ഥാനത്തെ കാണുന്നു എന്ന് വരും, അത് ഷിർക്കാണ് എന്നാണ് മുഹമ്മദ് പറഞ്ഞത്. അപ്പൊ അള്ളാഹു നക്ഷത്ര സ്ഥാനത്തെ ചൊല്ലി സത്യം ചെയ്താൽ അതിന്റെ അർത്ഥം എന്താ? അള്ളാഹു നക്ഷത്ര സ്ഥാനത്തെ ആരാധിക്കുന്നു, നക്ഷത്രം അസ്തമിക്കുന്നതിനെ ആരാധിക്കുന്നു എന്ന് വരും. അപ്പോ സത്യം ചെയ്യുന്നത് ഷിർക്കാണ്. മറ്റൊന്നിന് അള്ളാഹുവിനെ ചൊല്ലി സത്യം ചെയ്താൽ ഓക്കെ, അല്ലാത്ത ആരെ ചൊല്ലി സത്യം ചെയ്താൽ അത് ഷിർക്കാണെന്ന് പറഞ്ഞാൽ, അള്ളാഹു അല്ലാത്ത ആരെ ചൊല്ലി സത്യം ചെയ്താലും അത് ഷിർക്കാണെന്ന് പറഞ്ഞാൽ അതിനെ ആരാധിക്കുന്നതിന് തുല്യമാണെന്നല്ലേ പറയുന്നത്. അള്ളാഹുവിനെ അത് പങ്കുകാരനാക്കി എന്നല്ലേ പറയുന്നത്. അപ്പൊ അള്ളാഹു നക്ഷത്രം അസ്തമിക്കുമ്പോൾ അതിനെ തന്നെയാണ് സത്യം, നക്ഷത്രത്തെ ചൊല്ലി, നക്ഷത്ര സ്ഥാനത്തെ ചൊല്ലി അള്ളാഹു സത്യം ചെയ്യുമ്പോൾ അള്ളാഹു അതിനെ ആരാധിക്കുന്നു, അല്ലെങ്കിൽ അള്ളാഹുവിന് പങ്കുകാരാക്കുന്നു എന്നല്ലേ അതിനർത്ഥം. അപ്പൊ ഷിർക്ക് ചെയ്യുന്ന അള്ളാഹു ഖുർആനകത്തുണ്ട്. ഒന്നുകിൽ അള്ളാഹു ഷിർക്ക് ചെയ്യുന്ന ആള് അള്ളാഹുവിന് വേറെ ദൈവം ഉണ്ട് എന്ന് പറയേണ്ടി വരും, അതല്ലെങ്കിൽ ഖുർആൻ തിരുത്തി എന്ന് അക്ബർ സമ്മതിക്കേണ്ടി വരും. രണ്ടായാലും ഞങ്ങൾക്ക് സമ്മതമാണ്, ഇഷ്ടമുള്ള ആർഗ്യുമെന്റ് എടുത്തു. ഖുർആനിലെ 95-ാമത്തെ സൂറ 1 മുതൽ 4 വരെ. അത്തിയും ഒലിവും സീനാ പർവ്വതവും നിർഭയത്വമുള്ള ഈ രാജ്യവും തന്നെയാണ് ആ സത്യം. അള്ളാഹുവിന് ഇപ്പൊ പങ്കുകാര് പലതായി. ഇത് മുശ്രിക്കിനേക്കാൾ വലിയ മുന്നാന്തരം കൂടിയ മുശ്രിക്കാണെന്ന് തോന്നുന്നു അള്ളാഹു. കാര്യം അത്തീനെ ചൊല്ലി ഇവിടെ സത്യം, ഒലി വൃക്ഷത്തെ ചൊല്ലി സത്യം, സീനായ് പർവ്വതത്തെ ചൊല്ലി സത്യം, നിർഭയത്വമുള്ള ഈ രാജ്യം ചൊല്ലി സത്യം. ഇപ്പൊ എത്ര എണ്ണത്തെ ചൊല്ലിയായി സത്യം ചെയ്യുന്നത്? അപ്പൊ അള്ളാഹു പങ്കുകാരുടെ എണ്ണം കൂട്ടിക്കൊണ്ടേ അങ്ങിരിക്കുക. അത്തിയും ഒലിയും സീനാപർവ്വതം നിർഭയത്തുള്ള രാജ്യമാണേ സത്യം. ഒരാൾ അള്ളാഹുവിനെ അല്ലാതെ മറ്റെന്തിനെ ചൊല്ലി സത്യം ചെയ്താലും അയാൾ ശിർക്ക് ചെയ്യുകയാണ്, അയാൾ അള്ളാഹുവിന് പങ്കുകാരെ സ്ഥാപിക്കുകയാണ്, അള്ളാഹുവിനെ പോലെ അതിനെ കാണുകയാണ്. അപ്പൊ അള്ളാഹു ദൈവമായിട്ട് ഈ സാധനത്തിനെയൊക്കെ കാണുന്നു എന്നല്ലേ ഇതുകൊണ്ട് വരിക? ഞാൻ പറഞ്ഞതല്ലാട്ട്, ഇതാ മുഹമ്മദ് പറഞ്ഞതാണ്. മെസഞ്ചർ ഓഫ് അള്ളാഹ് സേ whoever swears by other than Allah he has committed disbelief or shirk. അള്ളാഹുവിനെ പ്രതിയല്ലാതെ മറ്റോ എന്തിനെ പ്രതിയെങ്കിലും ആരെങ്കിലും സത്യം ചെയ്താൽ അവൻ ഷിർക്ക് ചെയ്യും, അവിശ്വാസം ചെയ്യുകയാണ്, കുഫ്ർ ചെയ്യുകയും ഷിർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്ന് കബയെ ചൊല്ലി സത്യം ചെയ്ത ഒരാളോട് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഖുർആനിലെ 91-ാമത്തെ സൂറ 1 മുതൽ 2 വരെ, സൂറത്ത് ഷംസിലെ സൂര്യനും അതിന്റെ പ്രഭയും തന്നെയാണ് ആ സത്യം. അപ്പൊ സൂര്യനും അള്ളാഹുവിന്റെ പങ്കാളിയോ ദൈവമോ മുശ്രിക്കോ എന്താണ്ടൊക്കെയായി എന്ന് സാരം. അപ്പൊ ഇതൊക്കെ ഖുർആൻ തിരുത്തി ആരെങ്കിലും എഴുതിയതാണോ അതോ അള്ളാഹു ഒറിജിനൽ ഒരു മുശ്രിക്കാണോ എന്ന്
നിങ്ങൾ തന്നെ ഒന്ന് കൃത്യമായിട്ട് പറയുക. ഒന്നുകിൽ ആരെങ്കിലും തിരുത്തി ഖുറാനിൽ കയ്യും കാലും ഒക്കെ കടത്തി എഴുതിയതാണ് ഇതെന്ന് പറയുക. അതല്ലെങ്കിൽ അള്ളാഹു ഒരു മുശ്രിക്കാണ്, അള്ളാഹുവിന് വേറെ ദൈവങ്ങളുണ്ട്, അള്ളാഹു പലതിനെയും ചൊല്ലി സത്യം ഇടുന്നുണ്ട്, മനുഷ്യൻ ചന്ദ്രനെ ചൊല്ലി സത്യം ചെയ്താൽ, സൂര്യനെ ചൊല്ലി സത്യം ചെയ്താൽ അള്ളാഹുവിന് തുല്യനാക്കുകയാണ് സൂര്യനെ. അപ്പൊ അള്ളാഹു സൂര്യനെ ചൊല്ലി സത്യം ചെയ്താൽ അള്ളാഹുവിന്റെ ദൈവമാക്കുകയല്ലേ സൂര്യനെ? ഇത് ചിന്തിക്കാനുള്ള കോമൺ സെൻസ് ഇല്ലേ? അപ്പൊ തന്നെ അറിഞ്ഞുകൂടെ ഇതൊക്കെ ആരോ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു പുസ്തകമാണ് എന്ന് നിങ്ങൾക്ക് അതിനകത്തു നിന്ന് തന്നെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധിക്കും. ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഖുറാൻ കൈകടത്തപ്പെട്ട പുസ്തകമാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ മറ്റൊരു തെളിവാണ് സ്പോട്ടിൽ മനുഷ്യൻ ഖുറാൻ തിരുത്തിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. പിൽക്കാലത്ത് നാട്ടുകാരെ തിരുത്തിയത് പോട്ടെ, മുഹമ്മദ് ഇരിക്കുമ്പോൾ തന്നെ ഖുറാൻ തിരുത്തിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. അമർ ബിൻ മക്തൂം എന്ന് പറയുന്ന ഒരു അന്ധൻ തിരുത്തിയ പുസ്തകമാണ് ഖുറാൻ. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ സഹീഹുൽ ബുഖാരി ബുക്ക് നമ്പർ 66 ഹദീസ് നമ്പർ 12 എടുക്കുക. നരേറ്റഡ് ബൈ അൽ ബറ. There was revealed, മുഹമ്മദ് ആയത്തിറക്കി, not equal are those who believers who are sit at home and those who strive and fight in the cause of Allah. സൂറ 4:95 മുഹമ്മദ് അവിടെ റിസൈറ്റ് ചെയ്യും, ആയത്തങ്ങ് ഇറക്കുക. വീട്ടില് ഇരിക്കുന്ന വിശ്വാസികളും അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോയ വിശ്വാസികളും തുല്യരായിരിക്കില്ല എന്ന് ആയത്തിറക്കി. അള്ളാഹുവിന് കാര്യങ്ങളൊക്കെ എല്ലാം കൃത്യമായിട്ട് അറിയാമല്ലോ. ഇത്രയും ഉണ്ടായിരുന്നുള്ള ആയത്ത്. ഇത്രയും മുഹമ്മദ് പറഞ്ഞു കഴിഞ്ഞപ്പോ സയ്യിദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അങ്ങോട്ട് മുഹമ്മദ് പറഞ്ഞു സയ്യിദിനെ വിളിക്കും, എഴുതി വെക്കാൻ പറഞ്ഞു. അങ്ങനെ സയ്യിദ് ഇതുമായിട്ട് വന്ന് സാധനം എഴുതി. ദെൻ ഹി സെഡ് റൈറ്റ് നോട്ട് ഈക്വൽ ആർ ദോസ് ബിലീവേഴ്സ് ഹു സിറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ആയത്ത് എഴുതി. വീട്ടിലിരിക്കുന്ന ആളുകളും വീട്ടിലിരിക്കുന്ന മുസ്ലിങ്ങളും യുദ്ധത്തിന് പോയ മുസ്ലിങ്ങളും ഒരിക്കലും തുല്യരാവില്ല. കാര്യം യുദ്ധത്തിന് പോകാൻ കൂലിപ്പട്ടാളത്തെ കിട്ടുന്നില്ല, എന്റെ ആളെ കിട്ടാൻ വേണ്ടി ചെയ്തതാ. അപ്പോ അറ്റ് ദാറ്റ് ടൈം അമർ ബിൻ ഉമ്മുക്തുമിന്റെ മകനായ അമർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. പുള്ളിക്കാരൻ കണ്ണ് കാണാത്തൊരു മനുഷ്യനായിരുന്നു. പുള്ളി മുഹമ്മദിനോട് ചോദിച്ചു, ഓ അല്ലാഹ്സ് അപ്പോസ്തൽ, വാട്ട് ഈസ് യുവർ ഓർഡർ ഫോർ മീ? ഞാൻ അന്ധനാ, ഞാൻ വീട്ടിലിരിക്കാൻ എനിക്ക് യുദ്ധം ചെയ്യാൻ പറ്റുമോ കണ്ണ് കാണാത്ത ഞാൻ? അപ്പൊ എനിക്ക് എന്നാ കിട്ടുമെന്ന് ചോദിച്ചു. ഐ എം എ ബ്ലൈൻഡ് മാൻ. സോ ഇൻസ്റ്റെഡ് ഓഫ് ദ എബോവ് വേഴ്സ്, അപ്പൊ ഈ മുകളിൽ ഇറങ്ങിയ വാക്ക് സൈദിനോട് ഞാൻ ഇതേ അടങ്ങ് വെട്ടിക്കോ, നീ പുതിയ ആയത്ത് ഇപ്പൊ തരാം. അന്തം പറഞ്ഞുകൊണ്ട് എനിക്ക് ഇപ്പോഴാ വെളിവ് വന്നത്. ഇത് അള്ളാഹു 19,000 വർഷം മുന്നേ എഴുതി വെച്ചാന്നാ പറയുന്നത്. ഇവിടെ ഇന്ന് ജനിച്ചൊരു അന്തം പറഞ്ഞ് തിരുത്തിക്കേണ്ടി വരിക. അപ്പൊ 50,000 വർഷം മുന്നേ അള്ളാഹിന് വെളിവില്ലാഞ്ഞിട്ട് ജനിച്ചു വീണ ഈ ഇപ്പൊ മുഹമ്മദിന്റെ കാലത്തുണ്ടായിരുന്ന അമർ ബിൻ മക്തൂം എന്ന് പറയുന്ന അന്തൻ ഈ പറയുന്ന 50,000 വർഷം പഴക്കൊണ്ടായിരുന്ന ഖുർആൻ ഇവിടെ തിരുത്തുന്ന കാഴ്ച കാണുന്നത്. സോ ഇൻസ്റ്റെഡ് ഓഫ് ദ എബോവേഴ്സ്, ഈ മോളിൽ പറഞ്ഞ ആയത്ത് എഴുതി നമുക്ക് തിരുത്തിക്കോ കേട്ടോ, ഇപ്പൊ തന്നെ വെട്ടി തിരുത്തിക്കോ. ഇവിടെ അള്ളാഹിനേക്കാൾ വലിയ പുള്ളിക്കാരൻ ഇവിടെ തിരുത്തിയിട്ടുണ്ട്. ദ ഫോളോയിങ് ഈസ് റിവീൽഡ്. മുഹമ്മദ് അപ്പറേ ആ ആയത്ത് പകരം വേറെ ആയത്ത് ഇപ്പൊ തന്നെ അങ്ങ് വെളിപ്പെട്ടിട്ടുണ്ട്. നോട്ട് ഈക്വൽ ആർ ദോസ് ഹു ബിലീവേഴ്സ് ഹു സിറ്റ് അറ്റ് ഹോം എക്സെപ്റ്റ് ദോസ് ഹു ആർ ഡിസേബിൾഡ് ബൈ ഇഞ്ചുറി ഓർ ബ്ലൈൻഡ് ലേം എക്സെട്ര. അതായത് 50,000 വർഷങ്ങൾക്ക് മുന്നേ, അത് ആദം ഉണ്ടാകണതിന് 50,000 വർഷം മുന്നേ എന്നൊക്കെയായി ഇവന്മാര് പലരും പറഞ്ഞു നടക്കുന്നത്. ആദം ഉണ്ടാകണതിന് മുന്നേ സ്വർഗത്തിൽ ഉണ്ടായിരുന്ന ഖുർആൻ മുഹമ്മദ് ഇറക്കി കൊടുത്തു എന്നാണ് പറയുന്നത്. അങ്ങനെ ഇറക്കി കൊടുത്ത ഖുർആനകത്ത് ഒരബദ്ധം വന്നുകൂടിയും അവിടെ ഇരുന്ന് അന്ധൻ അത് തിരുത്താൻ ആവശ്യപ്പെടുകയും അത് കേട്ടിട്ട് മുഹമ്മദ് അപ്പൊ തന്നെ ആ ആയത്ത് തിരുത്തി പുതിയ ആയത്ത് ഇറക്കുകയും ചെയ്തു. ഇത്രയും കണ്ടിട്ട് പോലും നിങ്ങൾക്ക് മനസ്സില്ലേ ഇത് മുഹമ്മദ് അടക്കം കൈകടത്തിയ സാധനമാണ്. അപ്പൊ പിന്നെ അത് കണ്ടുകൊണ്ടിരിക്കുന്ന നാട്ടുകാരെ കൈയല്ല കാലല്ല ചിലപ്പോൾ വേറെ പലതും ഒക്കെ അതിനകത്ത് കടത്തിന്നിരിക്കും. മുഹമ്മദ് വരെ കൈകടത്തുക, അമർ ബിൻ മക്തൂം എന്ന അന്ധം വരെ കൈകടത്തുക, വായി തോന്നിയമാരെല്ലാം വന്ന് തിരുത്തി എഴുതുക ഖുർആൻ മുഹമ്മദ് ഉള്ളപ്പോ തന്നെ. അപ്പൊ പിന്നെ മുഹമ്മദ് മരിച്ചതിന് ശേഷമുള്ള കാര്യം പറയണോ? ഇതാണ് അവസ്ഥ. ഇതാണ് ഈ പറയുന്ന ഖുറാനകത്തും ഇമ്മാതിരി പറയുന്ന ഹദീസിനകത്തും ഒക്കെ കുറെ തള്ളി വെച്ചേക്കുന്നതൊക്കെ തൗറാത്തിനകത്ത് ഇല്ലാത്തത് കൊണ്ട് തൗറാത്ത് വ്യാജമാണെന്ന് പറയണത്. ചൈനക്കാരുണ്ടാക്കിയ ഡ്യൂപ്ലിക്കേറ്റിനകത്ത് ഇന്ന പാട്ട് ഉണ്ട്, അത് ആ ഡ്യൂപ്ലിക്കേറ്റ് പാട്ട് ഒറിജിനൽ ഐഫോണിനകത്തില്ല. ചൈന ഇറക്കിയ ഡ്യൂപ്ലിക്കേറ്റ് ഐഫോണിനകത്ത് ഇന്നൊരു പാട്ടുണ്ട്, ആ പാട്ട് ഈ പറഞ്ഞ ഒറിജിനൽ ഐഫോണിനകത്തില്ല. അതുകൊണ്ട് ഒറിജിനൽ ഐഫോൺ വ്യാജമാണെന്ന് പറയുന്ന പോലെയല്ലേ എൻ്റെ അക്ക് പറയാ. ഇമ്പാതിന് വെട്ടിത്തിരുത്തി ഉണ്ടാക്കിയ ഖുറാനുമായിട്ടൊക്കെ ബൈബിള് ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകം ഞങ്ങളൊക്കെ വിശ്വസിക്കുകയും ഞങ്ങളൊക്കെ പഠിക്കുകയും ഞങ്ങളൊക്കെ കൊണ്ടുനടക്കുകയും ചെയ്യുന്ന മുഹമ്മദ് ജനിക്കുന്നതിന് 12,000 വർഷങ്ങൾക്ക് മുന്നേ എഴുതപ്പെട്ട തോറ അത് വ്യാജമാണ് എന്ന് പറയുമ്പോ നിങ്ങളുടെ കയ്യിരിക്കുന്ന ഇങ്ങനെ അന്തന്മാര് വരെ അള്ളാഹുവിനെ വരെ വെട്ടിത്തിരുത്തി ഉണ്ടാക്കിയതാണെന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുമ്പോൾ അതൊക്കെ പരസ്യമായിട്ട് പറയല നട്ടൽ നിങ്ങൾക്ക് എവിടെ നിന്നാ ഉണ്ടാകുക എന്ന് താങ്കളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇനി നമ്മുടെ അക്ബർ അടുത്തൊരു കണ്ടുപിടുത്തമാണ് നടത്തുന്നത്. ആവർത്തന പുസ്തകത്തിലെ 34-ാം അധ്യായത്തിന്റെ
ഉദാഹരണത്തിന് ആവർത്തന പുസ്തകത്തിലെ 34 അധ്യായത്തിന്റെ അവസാന ഭാഗം നോക്കുക. അങ്ങനെ മോവാബ് ദേശത്ത് വെച്ച് ബേത്പെയോരിന് അടുത്ത് വെച്ച് കർത്താവിന്റെ ദാസനായ മോശെ മരിച്ചു. മൂസാ നബിക്ക് അല്ലാഹു അവതരിപ്പിച്ച തൗറാത്തിലെ വചനമായിട്ട് ഞാൻ വായിക്കുന്നത്. അങ്ങനെ ബേത്പെയോരിനടുത്തുള്ള മോവാബ് ദേശത്ത് ബേത്പെയോറിന് അടുത്തുള്ള സമതലത്തിൽ വെച്ച് കർത്താവിന്റെ ദാസനായ മോശ മരിച്ചു. മോശയെപ്പോൾ ഒരു പ്രവാചകൻ പിന്നീട് ഇതേവരെ ഇസ്രായേലിൽ ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന്റെ ശവക്കുടിയുടെ സ്ഥലം എവിടെയാണ് എന്ന് ആർക്കും അറിയില്ല. ഇതെല്ലാം എന്റെ സുഹൃത്ത് പറഞ്ഞ അള്ളാഹു സത്യപ്പെടുത്തിയ മൂസാ നബിക്ക് അവതരിപ്പിച്ച തൗറാത്തിലുള്ളതാണ് എന്നാണോ പറയുന്നത്? എന്ന് ഞങ്ങളാരും പറഞ്ഞില്ല, നിങ്ങളുടെ ഖുർആനകത്ത് തന്നെ ഇതൊക്കെ പറയുന്നത്. ആ തൗറാത്താണ് അന്ന് യഹൂദന്മാരായിരുന്നത്, അതാണ് മുഹമ്മദ് വായിച്ചത്. ആ തൗറാത്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത്. ആ തൗറാത്തിനെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് ഖുർആൻ ഇറക്കിയത്. നിങ്ങളാ പറയുന്നത്, ഞങ്ങളല്ല. ബൈബിളിൽ ഒരിക്കലും ദൈവം ഏതോ ഒരു പുസ്തകം മോശയ്ക്ക് ഇറക്കി കൊടുത്തു എന്ന് പറയുന്നില്ല. പഴയ നിയമത്തിന്റെയോ പുതിയ നിയമത്തിന്റെയോ വിശുദ്ധ വേദപുസ്തകത്തിന്റെ യാതൊരു എഴുത്തു ശൈലിയിലും അത്തരമൊരു ശൈലിയേ ഇല്ല. അത് മുഹമ്മദിന്റെ പേഗൻ അറബി ബഹുദൈവ മതാചാരത്തിലോ എല്ലാം ഉള്ളതായിരിക്കും. യഥാർത്ഥ വേദഗ്രന്ഥങ്ങളായ തൗറാത്തിലോ ഈ പറഞ്ഞ സുവിശേഷങ്ങളിലോ മുകളിൽ നിന്ന് ആരെങ്കിലും ഒരു പുസ്തകം ഇറക്കി കൊടുത്തു എന്നൊരു സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ഇല്ല. അപ്പോ അത് കുന്നംകുളമായ ഖുറാനകത്താണുള്ളത്. മുഹമ്മദ് കൊണ്ടുവന്ന പുസ്തകത്തിൽ മാത്രമാണ് ആകാശത്ത് നിന്ന് ആരോ പുസ്തകം ഇറക്കി കൊടുത്തു എന്ന ശൈലിയിലുള്ള എഴുത്തുള്ളത് മുഹമ്മദിന്റെ പുസ്തകത്തിൽ മാത്രമാണ്. വേദഗ്രന്ഥങ്ങളായ തൗറാത്തിലോ സുവിശേഷങ്ങളിലോ അത്തരം ഒരു ശൈലിയല്ല. ഒരു ചരിത്രം രേഖപ്പെടുത്തുകയാണ്. ആ ചരിത്രത്തിനകത്താണ് ദൈവം സംസാരിച്ച കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നത്. അങ്ങനെയാണ് വേദഗ്രന്ഥം രേഖപ്പെടുത്തുന്നത്. മറ്റത് മുഹമ്മദിന്റെ സ്വന്തം ഗ്രന്ഥം, ഞാൻ പറഞ്ഞത് അന്തനൊക്കെ തിരുത്തിയ ഗ്രന്ഥം. ഈ പറയുന്ന നാട്ടുകാർ മുഴുവൻ വന്നും പോയവന്മാരൊക്കെ തിരുത്തുകയും ആട് വരെ തിന്നു കളഞ്ഞ ഗ്രന്ഥം, അതാണ് ആ പറഞ്ഞ ഗ്രന്ഥം ഖുർആൻ. പക്ഷേ ബൈബിളിന്റെ പ്രത്യേകത, അത് ഒരു ചരിത്രത്തിന്റെ സ്കെലിറ്റണിലാണ് ദൈവം മനുഷ്യരോട് ഇടപെട്ട കാര്യങ്ങൾ എഴുതുന്നത്. അപ്പോ ആവർത്തന പുസ്തകം, മോശ ഉൽപ്പത്തി മുതൽ ആവർത്തനം വരെയുള്ള പുസ്തകങ്ങള് മോശ എഴുതിയാണെങ്കിൽ മോശയുടെ മരണവും അടക്കവും എങ്ങനെ അതിനകത്ത് വരും? ന്യായമായ ചോദ്യമാണ്, അതല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ബൈബിൾ വായിക്കാത്തോണ്ടുള്ള ചോദ്യമാണ്. ബൈബിളിന്റെ ഒരു പ്രത്യേകത, മോശ എന്ന് പറയുന്ന ആളെ കൊണ്ട് അവിടെ അവസാനിക്കുകയില്ല. മോശയുടെ കാലത്ത് തന്നെ യോശുവ എന്ന് പറയുന്ന യവനക്കാരന്, ഒരു ബാല്യക്കാരനെ ഈ പറയുന്ന സൈദ് ബിൻ സാബത്തിന് നിർത്തിയ പോലെയല്ല. യോശുവയെ കൂടെ നിൽക്കുകയും മോശയ്ക്ക് ശേഷം ഇസ്രായേൽ ജനത്തിന്റെ നേതൃസ്ഥാനം യോശുവയിലൂടെ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യുകയാണ്. ഓക്കെ, അതായത് ചരിത്രം എഴുത്തെന്ന് പറയുന്നത് കണ്ടിന്യൂ ചെയ്തു പോകുന്നൊരു കാര്യമാണ്. ഇതിനിടക്ക് വെച്ചൊരു നിറത്തുണ്ട്. അത് ആവർത്തന പുസ്തകത്തിന്റെ 30-31 അധ്യായങ്ങൾ വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷമാണ് മോശ മരിക്കുന്നത്. ഓക്കെ, ഇത് കൃത്യമായിട്ട് വായിച്ചാൽ നമുക്കൊന്ന് പോവാം. നമുക്ക് ആവർത്തന പുസ്തകത്തിന്റെ ആ ഭാഗങ്ങളൊന്ന് വായിക്കാം. ഇവിടെ ആവർത്തന പുസ്തകം 30-ാം അധ്യായം വരുമ്പോഴേക്കും മോശെ കൃത്യമായിട്ട് പറയുന്നതാണ് എല്ലാ വാക്യങ്ങളെയും കുറിച്ച് പറയുക. വാക്യങ്ങളെ ഈ ഇതുവരെയുള്ള ന്യായപ്രമാണം, അതായത് ദൈവം കൊടുത്ത നിയമങ്ങൾ ഉൽപ്പത്തി മുതൽ ഈ പറയുന്ന ആവർത്തന പുസ്തകം വരെ അതിൽ മോശയുടെ പുസ്തകങ്ങൾ മോശയുടെ കാലഘട്ടം വന്നപ്പോഴേക്കും പുറപ്പാട് പുസ്തകം മുതൽ പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, ഈ 4 പുസ്തകങ്ങളിലായിട്ട് ദൈവം യഹൂദന്മാർക്ക് കൊടുത്ത നിയമങ്ങളെ ആ 4 പുസ്തകങ്ങളിലായിട്ട് വിശദീകരിച്ചതിന് ശേഷം അതിന്റെ അവസാന പുസ്തകമായ ആവർത്തന പുസ്തകത്തിൽ ഞാൻ നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന അനുഗ്രഹവും ശാപവുമായി വചനങ്ങളൊക്കെയും, അതായത് അത് പാലിച്ചു കഴിഞ്ഞാൽ അനുഗ്രഹവും അത് ലംഘിച്ചു കഴിഞ്ഞാൽ ശാപവും ഉണ്ട്, രണ്ടുമുണ്ട്. അപ്പൊ ഇതെല്ലാം നിന്റെ മുമ്പിൽ വെക്കുകയും നിന്റെ മേൽ നിവൃത്തിയായി വന്നിട്ട് നിന്റെ ദൈവമായ യഹോവ നിന്നെ തളങ്ങി അതത് ജാതികളുടെ ഇടയിൽ വെച്ച് അവയെ നിന്റെ ഹൃദയത്തിൽ ഓർത്തോ എന്ന് പറഞ്ഞിട്ട് അതിന്റെ എല്ലാം കൺസൈസ് അവിടെ പറയുക. അങ്ങനെ ആ വാക്യങ്ങളെ അനുസരിച്ചാൽ, ആ നിയമങ്ങളെല്ലാം അനുസരിച്ചാൽ എന്ത് കിട്ടും, ആ നിയമങ്ങളെ എല്ലാം ലംഘിച്ചാൽ എന്ത് കിട്ടും, അതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞ് അവിടെ 30-ാം അധ്യായത്തിലേക്ക് വെച്ചു. 31-ാം അധ്യായം തുടങ്ങുമ്പോൾ വീണ്ടും ആ ഹിസ്റ്ററി കണ്ടിന്യൂ ചെയ്യാണ്. മോശ ചെന്ന് ഈ വചനങ്ങളെല്ലാം ഇസ്രായേലിനെ കേൾപ്പിച്ചു. ദൈവം പറഞ്ഞു കൊടുത്ത കൺക്ലൂഷൻ അടക്കം വെച്ച് മോശ 31-ാം അധ്യായത്തിന്റെ തുടക്കം ഈ വചനങ്ങളെല്ലാം ഇസ്രായേലിനെ കേൾപ്പിച്ചു. ദൈവം കൊടുത്ത ഈ വചനങ്ങളെല്ലാം ഇസ്രായേലിനെ കേൾപ്പിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? താഴേക്ക് വായിച്ചു. പിന്നെ മോശ യോശുവയെ വിളിച്ചു എല്ലാ ഇസ്രായേൽ കാണിക്കാനായിട്ട് പറഞ്ഞത്, ബലവും ധൈര്യമുള്ളവനായിരിക്കെ യഹോവ ഈ ജനത്തിന് കൊടുക്കുമെന്ന് പറഞ്ഞ സ്ഥലം പിതാക്കന്മാരുടെ സത്യം ചെയ്ത ദേശത്തേക്ക് നീ അവരോട് കൂടെ ചെല്ലും, അതിനെ അവർക്ക് വിഭാഗിച്ചു കൊടുക്കും എന്ന് അവിടെ കൃത്യമായിട്ട് പറഞ്ഞു. ഇനി അതിനുശേഷം ഇസ്രായേൽ മുഴുവനും നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ അവൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വരുമ്പോൾ ഈ ന്യായപ്രമാണം എല്ലാ ഇസ്രായേലിനും കാൽക്കെ അവരുടെ മുമ്പാകെ വായിക്കണം. ഇതും കൃത്യമായിട്ട് പറഞ്ഞു. അതായത് മോശയുടെ മരണത്തിന്
മുന്നേ തന്നെ നിയമങ്ങളെല്ലാം എഴുതി വെച്ചു, നിയമങ്ങളെല്ലാം രേഖപ്പെടുത്തി. അത് കൃത്യമായിട്ട് അനന്തരം മോശെ ഈ ന്യായപ്രമാണം എഴുതി യഹോവയുടെ നിയമോട്ടം ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരെയും ഇസ്രായേലിന്റെ എല്ലാ മൂപ്പന്മാരെയും ഏൽപ്പിച്ചു. അതായത് ഈ ആവർത്തന പുസ്തകം വരെയുള്ള നിയമങ്ങളെല്ലാം കൃത്യമായ റെക്കോർഡിക്കലായിട്ട് മോശെ എഴുതി ഏൽപ്പിക്കുകയാണ്. ആരെ? ഈ പറയുന്ന ഇസ്രായേലിന്റെ എല്ലാ മൂപ്പന്മാരെയും ലേവ്യന്മാരെയും എഴുതി ഏൽപ്പിച്ചു. അതായത് മോശയെ കൃത്യമായിട്ട് തന്നോട് ദൈവം പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം ഉൽപ്പത്തിയിലെ ആദത്തിന്റെ ചരിത്രം മുതൽ പിന്നീട് ഇങ്ങോട്ട് പുറപ്പാട് പുസ്തകം മുതൽ ഇങ്ങോട്ട് ദൈവം അവരോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായി രേഖപ്പെടുത്തി പുസ്തകമാക്കി മൂപ്പന്മാരെ എല്ലാം ഏൽപ്പിച്ചു. എന്നിട്ട് ഈ ന്യായപ്രമാണം ഇസ്രായേലിന്റെ സന്നിധിയിൽ ഈ ന്യായപ്രമാണം എല്ലാ ഇസ്രായേലുകാരെ അവിടെ മുമ്പായി വായിക്കണമെന്ന് പറഞ്ഞു. അതിനുശേഷം യോശുവനെ എല്ലാം ഏൽപ്പിച്ചു. ഈ ന്യായപ്രമാണ പുസ്തകം എടുത്ത് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമത്തെ വെപ്പിൻ, അത് നിന്റെ നേരെ സാക്ഷിയായിരിക്കും. അപ്പൊ ഈ ഭാഗങ്ങളെല്ലാം ഇതിനു മുന്നേ വരെയുള്ള അധ്യായം വരെയുള്ള പുസ്തകം എഴുതി വെക്കുന്ന കാര്യം രേഖപ്പെടുത്തിയിരിക്കുക. അതായത് ഈ 30-ാം അധ്യായം വരെ ദൈവത്തിന്റെ നിയമങ്ങളും എല്ലാം പറഞ്ഞു തീർന്നു. 30-ാം അധ്യായം വരെയുള്ള കാര്യം 30-ാം അധ്യായം വരെയുള്ള കാര്യം വെച്ചാൽ പുറപ്പാട് പുസ്തകം മുതലാണ് നിയമങ്ങൾ തുടങ്ങുന്നത്. അവിടെ മുതൽ ഈ ആവർത്തനം അവസാന പുസ്തകമായ തോറയിലെ അവസാന പുസ്തകമായ ആവർത്തനത്തിന്റെ 30-ാം അധ്യായം വന്നപ്പോഴേക്കും നിയമങ്ങളെല്ലാം കഴിഞ്ഞു. 31-ാം അധ്യായം മുതൽ ഇങ്ങോട്ട് ആ നിയമങ്ങളെ പിന്നെ എന്ത് ചെയ്തു എന്ന് വിശദീകരിക്കുന്ന ഭാഗങ്ങളാണ്. അത് മോശയുടെ കൂടെ മോശയുടെ ഇത് കണ്ടിന്യൂ ചെയ്യുന്ന യോശുവയുമാണ് അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അതിന്റെ കണ്ടിന്യൂഷൻ ആവർത്തനം കഴിഞ്ഞ പിന്നെ യോശുവ കണ്ടിന്യൂ ചെയ്ത് പോകും. ആ ഹിസ്റ്ററി കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. ആ ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റേഷൻ ആണ് പിന്നീട് 31-ാം അധ്യായം മുതൽ വരുന്നത്. ആ ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റേഷനിൽ മോശെ അതുവരെയുള്ള 30-ാം അധ്യായം വരെയുള്ള ന്യായപ്രമാണ പുസ്തകങ്ങളെ എന്തു ചെയ്തു അത് എഴുതി വെച്ചു. അത് കൃത്യമായിട്ട് എല്ലാവരും വായിച്ചു കേൾപ്പിച്ചു. നിങ്ങളും എല്ലാവരും വായിക്കണമെന്ന് പറഞ്ഞു, അത് ലംഘിക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ഒരു പുതിയ പാട്ട് അവരെ പഠിപ്പിച്ചു. ആ പാട്ടാണ് 32-ാമത്തെ അധ്യായം. 32-ാം അധ്യായത്തിൽ ആകാശമേ ചെവിതരിക എന്ന് പറഞ്ഞുള്ള പാട്ടും അവരെ പഠിപ്പിച്ചു. ആ പാട്ടെല്ലാം കഴിഞ്ഞ് 32-ാമത്തെ അധ്യായം കഴിഞ്ഞ് 33-ാമത്തെ അധ്യായം അവരുടെ അനുഗ്രഹങ്ങളെല്ലാം പറഞ്ഞു. എല്ലാ ഗോത്രത്തിനുള്ള അനുഗ്രഹങ്ങളും പറഞ്ഞു. 34-ാമത്തെ അധ്യായത്തിൽ മോശ മരിക്കുന്നു. യോശുവയിലൂടെ ചരിത്രം കണ്ടിന്യൂ ചെയ്യുന്നു. ഇതാണ് ബൈബിളിന്റെ സ്ട്രക്ചർ. അപ്പോൾ ദൈവം അവർക്ക് കൊടുത്ത നിയമങ്ങള്, ആവർത്തന പുസ്തകം 30 വരെയുള്ള നിയമങ്ങള്, അത് ചൊല്ലിക്കേൾപ്പിക്കുന്ന ഭാഗങ്ങളും അത് എഴുതി വെക്കുന്ന കാര്യങ്ങളും ഒക്കെ എഴുതിയിരിക്കുന്ന ചരിത്രത്തിന്റെ കണ്ടിന്യൂവേഷൻ ആണ് 31-ാം അധ്യായം മുതൽ 34-ാം അധ്യായത്തിലാണ് ഈ പറയുന്ന മോശെ മരിക്കുന്നത്. ഇത്രത്തോളം കൃത്യമാണ് ബൈബിളിലെ കാര്യം. അല്ലാതെ മോശ 34-ാം അധ്യായം എഴുതിയെന്ന് അവിടെ പറയുന്നില്ല സഹോദര. ആവർത്തന പുസ്തകത്തിന്റെ 30-ാം അധ്യായം വരെയുള്ള കാര്യങ്ങൾ മോശ എഴുതി വെച്ചു എന്ന് കൃത്യമായിട്ടാണ് അവിടെ പറയുന്നത്. അല്ലാതെ അതിനകത്തൊരു ആംബിഗിറ്റിയും ഇല്ല. മോശ ഇതെല്ലാം എഴുതി വെച്ചു എന്ന കൃത്യമായിട്ട് 9-ാം വാക്യത്തിൽ പറഞ്ഞത്. അനന്തരം മോശ ഈ ന്യായപ്രമാണം എഴുതി യഹോവയുടെ നിയമോട്ടം ചുമക്കുന്നവരായ ഇസ്രായേലും എല്ലാ മൂപ്പന്മാരെയും ഏൽപ്പിച്ചു. 31-ാം അധ്യായം മുതൽ ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റേഷൻ ആണ്. അത് 31, 32, 33, 34 പിന്നെ യോശുവ 1, 2 മുതൽ അങ്ങനെ ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റേഷൻ പിന്നെ കണ്ടിന്യൂ ചെയ്യാണ്. 30-ാം അധ്യായം വരെയുള്ളതാണ് നിയമങ്ങൾ എന്ന് പറയുന്നത്. അതെല്ലാം രേഖപ്പെടുത്തി വെച്ച കാര്യമാണ് 31-ൽ പറയുന്നത്. അപ്പോൾ മോശ മരിച്ച കാര്യം അതിന്റെ അവസാന അധ്യായം 34-ൽ പറയുന്നുണ്ട്. അതെല്ലാം മോശയുടെ എല്ലാ റോളും കണ്ടിന്യൂ ചെയ്യുന്നത് യോശുവയാണ്. ഡെഫിനറ്റ്ലി അത് യോശുവ തന്നെ കണ്ടിന്യൂ ചെയ്തായിരിക്കാനാണ് സാധ്യത. എല്ലാ കാര്യങ്ങളും ആ ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റേഷൻ എല്ലാം അവരുടെ ലീഡർഷിപ്പും അവരുടെ സ്പിരിച്വൽ ലീഡർഷിപ്പും അവരുടെ ഫിസിക്കൽ ലീഡർഷിപ്പും എല്ലാം യോശുവയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അപ്പൊ ന്യായപ്രമാണം തോറ കൃത്യമായിട്ട് എഴുതി വെച്ചു. അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ചരിത്രം, ബൈബിളിന്റെ ചരിത്രം അങ്ങനെ ഉൽപ്പത്തി മുതൽ അങ്ങനെ ചരിത്രമാണ്, മലാക്കി വരെ അങ്ങനെ ചരിത്രമാണ് നീളുന്ന. ചരിത്രത്തിനകത്താണ് ദൈവത്തിന്റെ കൽപ്പനകളുള്ളത്. അതെല്ലാം കൃത്യമായിട്ട് രേഖപ്പെടുത്തി മോശയുടെ വർക്ക് തീർത്ത കാര്യമാണ് 31 മുതൽ പറയുന്നത്. മനസ്സിലായോ? അപ്പോ ഇതാണ് ബൈബിളിന്റെ സ്ട്രക്ചർ. അല്ലാതെ ഖുറാനിലെ പോലെ അന്തം പറയുമ്പോൾ തിരുത്തി എഴുതുന്ന സംഭവമല്ല ബൈബിള്. ഇത് ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റേഷൻ ആണ്. അത് കൃത്യമായിട്ട് തുമ്പും പാലമുണ്ട്. ഒരുവനൊരു പുസ്തകം എടുത്ത് അവനറിയാം അത് ഏത് കാലഘട്ടത്തിലെയാണ്. അല്ലാതെ ഖുറാൻ എടുത്ത ഏതാണ് ആദ്യത്തെ ആയത്ത് ഏതാണ് അവസാനത്തെ ആയത്ത് ഒരു പിടിയുമില്ല എൻ്റെ പൊന്നു റബ്ബേ എന്ന് പറയേണ്ട അവസ്ഥ പോലെയല്ല ബൈബിള്. കൃത്യമായ ഹിസ്റ്റോറിക്കൽ സ്കെലറ്റനകത്തുള്ള ഒരു പുസ്തകമാണ് ബൈബിൾ. അപ്പൊ അത് അദ്ദേഹത്തിന്റെ അറിവ് കേടാണ്, നമുക്ക് ക്ഷമിച്ചു കൊടുക്കാം.